ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ ഒരു പൊറോട്ട ഉണ്ടാക്കാവുന്നത് ആ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റും, ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ മുട്ടയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുറേ നേരമായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, വീശി അടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റും രുചികരമായ ഒരു പൊറോട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു വലിയ ബൗളിൽ ഞാനൊരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണ് നമ്മൾ മൈദ എടുക്കുന്നത് ആ സെയിം കപ്പിലായിരിക്കണം നമ്മൾ വെള്ളവും എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതെനിക്കൊരു 10 പൊറോട്ട ഇത്രയും എമൗണ്ടിൽ കിട്ടും. അപ്പോൾ ആവശ്യത്തിന് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉപ്പും മൈദയും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഉപ്പ് നമുക്ക് ചേർന്ന് കിട്ടാൻ വേണ്ടി നല്ലോണം മിക്സ് ആക്കിയെടുക്കണം. ഇനി ആ സെയിം കപ്പ് മൈദ എടുത്ത ആ സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇപ്പം 4 കപ്പ് മൈദയ്ക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒത്തിരിയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഇട്ട് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന കൂട്ട് അല്ലെങ്കിൽ നോർമൽ നമ്മുടെ പൊറോട്ടയൊക്കെ കുഴക്കുന്ന കൂട്ട് ഒത്തിരി നേരമായിട്ട് കുഴച്ച് ഈ മാവ് മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബൈൻഡ് ആവുന്ന വരെ നമുക്കൊന്ന് ഇത് കുഴച്ചാൽ മതി. അപ്പോൾ അടുത്തായിട്ട് ഞാൻ പിന്നെ ഒരു 1/2 കപ്പ്, ഞാൻ ആദ്യം 1 കപ്പ് ഇട്ടു, ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തിട്ട് ഒന്ന് ഒഴിക്കാൻ പോവാം. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് നമുക്കൊന്ന് ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് മാവാക്കി എടുക്കാം. ഒത്തിരി ഇട്ട് അങ്ങ് ചപ്പാത്തി കുഴക്കുന്ന കൂട്ടിയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ മാവ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റിക്കി ആയിരിക്കും, കുഴപ്പമില്ല. നമുക്ക് കൈ ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി മൈദ മാവ് നമുക്കൊന്ന് കയ്യിലിട്ടിട്ട് ഇതിൻ്റെ ഒരു ബോളാക്കി എടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബോളാണ് എടുക്കുന്നത്. ചപ്പാത്തി മാവിടെ കാട്ടിൽ ഇച്ചിരി ഒരു വലിയ സൈസിൽ ബോളാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് ഒത്തിരിയിട്ട് റൗണ്ടോ നീടോ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബോളാക്കിയിട്ട് നമുക്ക് ഒരു നീണ്ട പാത്രത്തിൽ എടുത്ത് വെക്കാം. നീണ്ട പാത്രം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് എണ്ണയ്ക്കകത്ത് മുക്കി വെക്കും. അപ്പം അതൊന്ന് ഡിപ്പായിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു നീണ്ട പാത്രം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരിയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബോളാക്കിയിട്ട് നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്കൊരു 10 പൊറോട്ടയ്ക്ക് വേണ്ടി മാവ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഓരോന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു 1/2 കപ്പ് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ 1/2 കപ്പ് ഓയിൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ മാവെല്ലാം ഒന്ന് ഈ ഓയിൽ ഡിപ്പായി ഇരിക്കണം, അതാണ് നമ്മുടെ മെയിൻ പേർപ്പസ്. പക്ഷേ ഇത്രയും ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും പേടിക്കേണ്ട. ഇത് ജസ്റ്റ് മാവ് നമ്മൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രം ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഈ മാവ് ഒത്തിരി ഓയിൽ കുടിക്കത്തില്ല. സോ നമുക്ക് പേടിക്കേണ്ട. ബാക്കി വരുന്ന ഓയിൽ നമുക്ക് വേറെ എന്തോ കാര്യത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിങ്ങനെ നമുക്ക് നല്ലോണം ഓയിലിനകത്ത് ഡിപ്പായിരിക്കുന്ന വരെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്ക് 1 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. അപ്പം എൻ്റെ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒത്തിരി എണ്ണയും അത് കുടിച്ചിട്ടില്ല. സോ നല്ല സോഫ്റ്റ് മാവ് നമുക്കിവിടെ കിട്ടും. അത് നമുക്കൊന്ന് അകത്തോട്ടൊന്ന് ടക്കിങ് ചെയ്തിട്ട് ബാക്ക് സൈഡിലോട്ടൊന്ന് ടക്കിങ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസിലി ഇത് പരത്തിയെടുക്കാം. റോളോ പിന്നോ ഒന്നും ആവശ്യമില്ല. നല്ലോണം പരത്തിയെടുക്കാം. ഇതിപ്പം പരത്തിയെടുക്കുമ്പം നല്ല തിന്നായിരിക്കണം, തിക്കാകുമ്പോൾ നല്ല തിന്നായിരിക്കണം. ഞാനിത് കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. പ്ലേറ്റ്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇത് ചുരുട്ടിയെടുത്തിട്ട് നമുക്കിത് റൗണ്ട് ആക്കുമ്പോൾ ഇതൊന്ന് വലിച്ച് നീട്ടി വേണം റൗണ്ട് ആക്കണം. ഈ വലിച്ച് നീട്ടുമ്പം പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലോണം വലിച്ച് നീട്ടി റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് താരോട്ടൊന്ന് ടക്കിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റൗണ്ട്സ് ബാക്കി എല്ലാ മാവും ഇതുപോലെ റൗണ്ട് ആക്കിയെടുക്കണം. അപ്പോൾ അതുപോലെ എൻ്റെ ബാക്കിയെല്ലാ മാവ് റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇതെൻ്റെ റിമൈനിങ് ഓയിലാണ്. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ഓയിലല്ലേ, ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് ഓയിൽ റിമൈനിങ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ എന്തൊന്നും വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. ഈ പാൻ ചൂടാവുന്ന വരെ നമുക്ക് നമ്മളുടെ ആ പൊറോട്ടയുടെ റൗണ്ട് എടുത്തൊന്ന് പരത്തണം. കൈ കൊണ്ട് തന്നെ ഈസിലി ആയിട്ട് പരത്തിയെടുക്കാം. ഇത് ഒത്തിരി തിന്നോ അല്ലെങ്കിൽ ഒത്തിരി തിക്കായിട്ട് പരത്തില്ല. ജസ്റ്റ് ഒരു മീഡിയം സൈസിൽ ഇത് പരത്തിയാൽ മതി. ഈ പൊറോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീശി അടിക്കുകയോ അല്ലാണ്ട് ഒത്തിരി നേരിട്ട് കുഴക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇതൊന്ന് റൗണ്ടായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന്, എൻ്റെ തവ ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് ഇട്ടെടുക്കാം. ഇതൊരു സൈഡ് മൂകുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഒരു ബൗളിലെടുത്ത് ഇതുപോലെ തന്നെ പരത്തി റൗണ്ടാക്കി എടുക്കാം.
ഒത്തിരി തിന്നോ ഒത്തിരി തിക്കോ ആവില്ല. ജസ്റ്റ് ഒരു മീഡിയം സൈസിൽ മീഡിയം തിക്നെസ്സിലായിരിക്കണം നമ്മളിത് പരത്തേണ്ടത്. എന്നാലും നമുക്കൊരു നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡിനും ഇതൊന്ന് ചുട്ടെടുക്കണം. ഇത് നമുക്ക് എളുപ്പം പൊറോട്ട കഴിക്കണമെന്ന് ഉണ്ട്, സമയമില്ല. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡിനും ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ എല്ലാ പൊറോട്ടാസും നമുക്ക് ചുട്ടെടുക്കണം. എന്നിട്ട് ഇത് അടിക്കേണ്ടത് നല്ല ചൂടോടെ തന്നെ അടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ലെയേഴ്സോ സോഫ്റ്റോ ആവത്തില്ല. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, എനിക്ക് നല്ല ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 to 5 ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്പ്ലിറ്റ്സ് ഒന്നും ചെയ്തില്ല, അല്ലാതെ തന്നെ എനിക്ക് നല്ല ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് പൊറോട്ട. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.